പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ അമേരിക്ക മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതോടെ വീണ്ടും യുദ്ധഭീതിയിലേക്ക് കടന്നിരിക്കുകയാണ് പശ്ചിമേഷ്യ. ഏത് നിമിഷവും ഒരാക്രമണം പുനരാരംഭിക്കാമെന്ന പ്രതീതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം അതില്ലാതാക്കാൻ വേണ്ടി അമേരിക്ക അവിടെ നാവിക ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നത്. അവിടെ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ ഇല്ലാതാക്കാൻ വേണ്ടി, അത് പരിഹരിക്കാൻ വേണ്ടി ഇറാൻ അതുവഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ചുപറിയാണ്. അത് ഇനി അനുവദിക്കില്ല, അതിനുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകും എന്ന താക്കീത് ട്രംപ് നൽകുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അവിവേകം കാണിക്കുകയാണ് എങ്കിൽ അമേരിക്കയ്ക്കെതിരെ US കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് IRGC നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നത് നമ്മൾ കാണുകയാണ്. ഈ മാസം 22 വരെയാണ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാർ ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ ഭാവി പോലും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വലിയ രീതിയിൽ ആശങ്കയേറുന്നു. വീണ്ടും ഒരു യുദ്ധം പുനരാരംഭിക്കാൻ പോവുകയാണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. പ്രൊമോസറി, ട്രംപിന്റെ നീക്കങ്ങളൊക്കെ കാണുമ്പോൾ ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാകാമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഈ പുറമേ നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഡയലോഗുകൾ ആണ്. ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ധാരാളം അത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹം അത് പുറമേ അത്തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. അത് ഫലത്തിൽ അത് നേരാമണം അതേപോലെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതേപടി നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതേസമയം തന്നെ ഓരോ സന്ദർഭത്തിലും ഇത് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വാചാടോപം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നടന്ന ഈ ചർച്ച എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഇപ്പോൾ ഈ 79-ലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ശരിക്കും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയാവുന്ന ആദ്യത്തെ ഒരു ചർച്ചയാണ് ഇത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഒബാമയുടെ കാലത്ത് ഫോൺ വഴിയുള്ള കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ടോപ്പ് ലെവലിൽ തന്നെ എന്ന് പറയാമെങ്കിലും. പക്ഷേ ഇതാദ്യമായിട്ടാണ്. ഇത് നമ്മൾ കണ്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനക്കാരനായ വൈസ് പ്രസിഡന്റ് JD വാൻസ് അങ്ങോട്ട് പോവുകയാണ്, അങ്ങോട്ട് ഇസ്ലാമാബാദിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇപ്പോഴുള്ള ഒരുപക്ഷെ സുപ്രീം ലീഡർ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സ്പീക്കർ, പാർലമെൻ്ററി സ്പീക്കർ ഖാലിബാഫ് എത്തുകയാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതമായ തലത്തിലുള്ള ചർച്ചയാണ് നടന്നത്. അത് പരാജയപ്പെട്ടു. ശരിയാ, പെട്ടെന്നൊരു ഒരു ദിവസത്തെ ചർച്ചയിൽ ഒരു ഔട്ട്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് സമ്പൂർണ്ണമായും ഒരു ഫലവും ചെയ്യാത്തൊരു ചർച്ചയാണ് എന്ന് പറയാൻ കഴിയില്ല. ചില നിരീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ JD വാൻസ് അവിടെ നിന്ന് മടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഞങ്ങൾ കൊടുക്കാനുള്ള മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവർ ആലോചിക്കട്ടെ എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് അവിടുന്ന് മടങ്ങുന്നത്. അത് തന്നെ ഒരു സൂചനയാണ്. അത് സമ്പൂർണ്ണമായ ഒരു വിരാമമല്ല, ചർച്ചകളുടെ സമ്പൂർണ്ണമായ വിരാമമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ ഈ ഡെഡ്ലോക്കായി കിടക്കുന്ന 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് ഇപ്പോൾ ഇറാൻ ഒരു 10 നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർ തന്നെ ഒരല്പം അയവ് വരുത്തിയതിന് ശേഷമാണ് ഈ ചർച്ചയ്ക്ക് തന്നെ കളം ഒരുങ്ങുന്നത്. പക്ഷേ എന്നാലും അതിൽ തന്നെ പറയാമെങ്കിൽ 3 വളരെ പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഇപ്പോൾ ആ ചർച്ച ഉടക്കി നിൽക്കുന്നത്. ഒന്നാമത്തത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ ഇനി തയ്യാറല്ല. അതിൻ്റെ ഒരു നിയന്ത്രണം ഇറാന് പൂർണ്ണമായിട്ട് ഒരുപക്ഷെ ഒരു രാജ്യാന്തര പാസേജ് ആയിരുന്ന അവിടെ ഇറാൻ്റെ നിയന്ത്രണം സമ്പൂർണ്ണമായി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിലൊരു വിട്ടുവീഴ്ച ഇനി അതിനവർ തയ്യാറാവില്ല. കാരണം അവർക്കറിയാം അവരുടെ മിസൈലുകളെക്കാളും ഡ്രോണിനേക്കാളും ഒക്കെ വളരെ ശക്തമായ ഒരു ആയുധം അതാണ് എന്നവർ തിരിച്ചറിയുകൂടി ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ ന്യൂക്ലിയർ അവരുടെ കയ്യിലുള്ള ഈ 440 കിലോഗ്രാം എന്ന് പറയാവുന്ന ഈ സമ്പുഷ്ടീകൃത യുറേനിയത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്, അത് ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ്. അത് യഥാർത്ഥത്തിൽ അതിൽ അമേരിക്കയുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ അവകാശപ്പെടുന്നുണ്ട് അവർക്ക് സ്വന്തം നൽകാൻ, അവരുടെ പരമാധികാരം ഉണ്ട് അവർക്ക്, അവരുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി ഇത് സമ്പുഷ്ടീകരിക്കാനും ഉള്ളത് അവർ ചെയ്തത് അവർക്ക് നിലനിർത്താനും ഒക്കെയുള്ള അവകാശത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലും ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയിലേക്ക് പോകേണ്ടി വരും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ ഈ രാജ്യത്തിന് പുറത്തുള്ള സ്വത്തുക്കളാണ്.
പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വലിയ തോതിലുള്ള പിന്നെ എണ്ണ ശേഖരം പല രാജ്യങ്ങളിലായി കിടക്കുന്നുണ്ട്. അവർക്ക് അത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അത് മുഴുവൻ, ആ സ്വത്ത് മുഴുവൻ ഫ്രീസ് ചെയ്യാണ്, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രീസ് ചെയ്യപ്പെട്ടു. അത് ഡീഫ്രീസ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചു കിട്ടണം, ആ സ്വത്തുക്കൾ അവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഒരു പ്രധാനം. അത് ഏതാണ്ട് 27 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ വില വരുന്ന പിന്നെ സ്വത്തുക്കളാണ്. സ്വത്തുക്കൾ എന്ന് വെച്ചാൽ എണ്ണ തന്നെയാണ്. ഇപ്പം ജർമ്മനി, ജപ്പാൻ, അതുപോലെ തന്നെ ബഹ്റൈൻ, ഇറാഖ്, ഇവിടെയൊക്കെ അത് കിടക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ഫ്രീസ് ചെയ്ത് മാറ്റിയിട്ട് അവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. കാരണം അവർ റീബിൽഡ് ചെയ്യണം, ഇറാനെ റീബിൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ തുക അവർക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട്, ആ പണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ ഇങ്ങനെ 2-3 പ്രധാനപ്പെട്ട റെഡ് ലൈൻസ് എന്ന് നമുക്ക് പറയാവുന്ന പോയിന്റിലാണ് ഇപ്പോൾ ചർച്ച ഉടക്കി നിൽക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീർത്തും അവസാനിച്ചിട്ടില്ലാത്ത ഈ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് വീണ്ടും ഒരു ചർച്ചയ്ക്ക് കളം ഒരുങ്ങുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അന്തിമമായി പരിഹരിക്കപ്പെടുക എന്ന് കാണാം. പക്ഷേ അതേസമയം തന്നെയാണ് അതിനു വേണ്ടി കാത്തു നിൽക്കാതെ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും സമയം അതിനുവേണ്ടി നീക്കിവെക്കാതെ ഈ പിന്നെ പിന്നെ മുഴക്കങ്ങൾ, അല്ലെങ്കിൽ ആ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും അമേരിക്കയുടെ ഈ നേവൽ ബ്ലോക്കേഡ് എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ അതീവ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് അത് പോകും. മാത്രമല്ല പിന്നെ ഇറാൻ അത് ആക്രമിക്കാൻ, അവരുടെ കപ്പലുകൾ വരികയാണെങ്കിൽ ആക്രമിക്കാൻ അവർ സന്നദ്ധരായി കഴിഞ്ഞാൽ അതും വലിയ തോതിലുള്ള, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഊർജ്ജ പ്രതിസന്ധിയെ വല്ലാതെ അങ്ങ് പിന്നെ മാറ്റുന്ന ഒരു സംഗതിയായിരിക്കും. അത് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതിലുമുപരി പ്രധാനമാണ് ഈ കൈമാറ്റം ചെയ്യപ്പെട്ട ഇവർക്കിടയിൽ നടന്ന ഈ ആശയവിനിമയം എന്നാണ്. ഈ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തൊരു ചർച്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലേക്ക് അത് മാറിക്കൂടാകില്ല. പക്ഷേ വെടിനിർത്തൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനും കഴിയില്ല എവിടെയെങ്കിലും. കാരണം പ്രത്യേകിച്ച് ഇസ്രായേൽ ഒരു പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഗസയിലെ ഈ പിന്നെ സമ്പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പാക്കിയിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോഴും അറ്റാക്കുകൾ ഗസയിലേക്ക് നടക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നോർമലൈസ്ഡ് ആയിക്കഴിഞ്ഞ ഒരു സംഗതി പോലെ ആയി. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും ഇവരെ വിശ്വസിക്കാനും കഴിയുന്ന കൂട്ടരല്ല. പക്ഷേ എന്നാൽ തന്നെയും ഒരു തീർത്തും നിഷ്ഫലമായൊരു ചർച്ചയായിരുന്നു അത് എന്ന് പറയാൻ കഴിയില്ല. ചില ആ സ്ക്രാച്ചസ് നിന്ന് വീണ്ടും തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നടന്നുകൂടാകില്ല. ജിമ്മി, 40 ദിവസത്തിലധികം നീണ്ട ആക്രമണം, അത് ഓരോ രാജ്യങ്ങളെ എത്രത്തോളം വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് ഈവൻ അമേരിക്കയെ അടക്കം വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ട് അപ്പോൾ പഴയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക്, ആക്രമണത്തിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? 2 ആഴ്ചയാണ് യുദ്ധത്തിന് കൊടുത്തിരിക്കുന്ന വിരാമം. പക്ഷേ ആ 2 ആഴ്ച വരെ ആദ്യം നിൽക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. എന്താണ് പ്രശ്നം? ഹോർമൂസ് കടലിടുക്കിൽ എങ്ങനെയാണോ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് അമേരിക്ക ഒരു പുതിയ ഉപരോധം കൊണ്ട് ഏർപ്പെടുത്തുന്നു. അതിൻ്റെ കാര്യം ഇറാനുമായി ബന്ധപ്പെട്ടുള്ളതല്ല, ഒരു കപ്പലും ഹോർമൂസ് കടലിടുക്ക് വഴി ഇനി പുറത്തേക്ക് വരില്ല. ഇറാൻ ഇഷ്ടമുള്ള ആളുകൾ മാത്രം പോവും. ഇറാൻ ഇല്ലാത്ത ആളുകളുടെ കപ്പൽ അവിടെ കിടക്കും. ആ പരിപാടി ഇനി വേണ്ട എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ആരോടാണ് ഈ ചോദ്യം? ഇത് ചൈനയോടാണ്. ഏറ്റവും കൂടുതൽ കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുന്നത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ട് അത് ചൈനയുടെ കപ്പലുകളാണ്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ബന്ധപ്പെട്ട് ചൈനയിൽ നിന്നൊരു ട്വീറ്റ് വരുന്നുണ്ട്. ഇറാൻ കൺട്രോൾസ് ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ അസ്. ചൈനാസ് മിനിസ്റ്റർ ഫോർ ഡിഫൻസ് അഡ്മിറൽ ഡോങ്യോ. ഞങ്ങൾക്ക് ഈ ഹോർമൂസ് സ്ട്രൈറ്റ് തുറന്നു തന്നെയാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ചൈനയുടെ കപ്പൽ വരുന്നത് വരെയുള്ളൂ ഈ സമാധാനം. ചൈനയ്ക്ക് ഈ ഇറാനിലെ എണ്ണയില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വളരെ വലിയ അടുത്ത ഘട്ട യുദ്ധം, വളരെ വലിയ യുദ്ധത്തിലേക്ക് മാറാൻ പോവുകയാണ്. ചൈനയുടെയും ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുടെയും കപ്പലുകൾ, പ്രത്യേകിച്ച് ചൈനയുടെ കപ്പലുകൾ വന്നാൽ അമേരിക്ക തടയുമോ? അമേരിക്ക തടഞ്ഞാൽ ചൈന എന്താണ് ചെയ്യുക? ഇതിനെ ആശ്രയിച്ചിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഭാവി. ഒരു തരത്തിലും ഇതിനു മുമ്പ് നമുക്കറിയാവുന്നൊരു അനുഭവം ഈ ബഹളത്തിനിടയ്ക്കാണ്. ക്യൂബയിലേക്ക് ആര് കപ്പൽ കൊണ്ടുപോയാലും അത് തടയുകയും അത് തിരിച്ചുവിടുകയും ചെയ്യുന്നൊരു പരിപാടി ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയുടെ ഒരു കപ്പൽ അങ്ങോട്ട് ബോധപൂർവം അയച്ചു. ആ കപ്പൽ തൊട്ടില്ല ഡൊണാൾഡ് ട്രംപ്. ആ കപ്പൽ ക്യൂബയിൽ പോയി നങ്കൂരമിട്ടു, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തു, അവിടുന്ന് ആ കപ്പൽ സുരക്ഷിതമായി തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരു നീക്കം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ, ഡൊണാൾഡ് ട്രംപ് തടഞ്ഞാൽ അത് അടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ആ ഹോർമൂസ് സ്ട്രൈറ്റിൽ നടക്കുന്ന ക്രയവിക്രയ പരിപാടി ഒരു 1 മുതൽ 5 വരെയുള്ള കാറ്റഗറിയിൽ വിവിധ രാജ്യങ്ങളെ ഇറാൻ തിരിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ്. 1 മോസ്റ്റ് ഫ്രണ്ട്ലി,
2 അത്രയല്ല, അങ്ങനെ 5 വരെ ഉണ്ട്. 4, 5 ഒന്നും കടത്തി വിടുകയില്ല. അപ്പോൾ ഒരു പാസ്കോഡുണ്ട്. നിങ്ങൾക്ക് ആ പാസ്കോഡ് നേരത്തെ തന്നിരിക്കും. പണം ഒരു ബാരലിന് $1 തുല്യമായ യുവാൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, അങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് $2 ബില്യൺ തുല്യമായ യുവാൻ ചൈനീസ് കറൻസിയാണ്. അമേരിക്കൻ ഡോളർ കച്ചവടം ഇല്ല, ആർക്കുമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ സീക്രട്ട് പാസ്കോഡ് കൊടുക്കും. ആ പാസ്കോഡ് ഹോർമൂസ് കടലിനടുത്തെത്തുമ്പോൾ അത് പ്രക്ഷേപണം ചെയ്യണം. തിരിച്ച് ഇറാൻ സൈന്യം ഇത് കേൾക്കും, ഇത് ശരിവെക്കും. അവരുടെ പട്ടാള ബോട്ട് വരും, അത് എസ്കോർട്ട് ചെയ്ത് പുറത്തേക്ക് കടത്തിവിടും. ഇതാണ് പരിപാടി. ഇതുവഴി ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ പണം കൊടുത്ത് ഇപ്പോൾ തന്നെ കപ്പലുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ജപ്പാൻ, UK അടക്കമുള്ള അമേരിക്കയുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയ മിക്ക രാജ്യങ്ങളല്ല, എല്ലാ രാജ്യങ്ങളും, ചിലർ മിണ്ടുന്നില്ല. ഒരു രാജ്യം പോലും, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു രാജ്യം പോലും ഈ ഹോർമുസ് കടലിലേക്ക് തടയാനുള്ള അമേരിക്കയുടെ നീക്കത്തോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. UK പറഞ്ഞു ഞങ്ങളില്ല നിങ്ങളുടെ കൂടെ എന്നുള്ളതാണ്. ജപ്പാൻ പറഞ്ഞു ഇത് നടക്കുന്ന പരിപാടിയല്ല എന്ന് പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞു ഇത് പ്രായോഗികമല്ല എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു തവണ കൂടെ ലഭ്യനാകാനുള്ള പരിപാടിയാണ് ഹോർമൂസ് കടലിന് പുറത്ത് ഞങ്ങൾ പുതിയൊരു ചെക്ക് പോസ്റ്റ് വയ്ക്കുമെന്ന് പറയുന്നത്. കൂടെയുള്ള സഖ്യരാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല. ചൈനയുടെ കപ്പൽ തടഞ്ഞാൽ ചിലപ്പോൾ അമേരിക്ക ചൈന യുദ്ധത്തിലേക്ക് വേണമെങ്കിൽ വരെ കാര്യങ്ങൾ പോകാം. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. ഒരു ചരിത്രത്തിൻ്റെ ഒരു രസകരമായ ആവർത്തനമുണ്ട്. 1950കളിൽ ഈജിപ്റ്റ് അവരുടെ പനാമ കടൽ ഇതുണ്ട്, ഗേറ്റ് വേ, പനാമ കടലിലേക്ക് ഇതുപോലെ തന്നെ ദേശസാൽക്കരിച്ചു. സൂയിസ് കനാൽ ദേശസാൽക്കരിച്ചു. സൂയിസ് കനാൽ ദേശസാൽക്കരിച്ചപ്പോൾ അന്ന് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട രാജ്യം ബ്രിട്ടനായിരുന്നു. 50കളാണ്. കൂടെ ഫ്രാൻസും ഉണ്ടായിരുന്നു. വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു. 2 ആഴ്ച കൊണ്ട് ഇവരെ തകർക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ അന്ന് പാലം വലിച്ച രാജ്യത്തിൻ്റെ പേര് USA എന്നാണ്. അന്ന് അമേരിക്ക ചെയ്തത് ട്രഷറി ബോണ്ടുകൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലിറക്കി. UK അവരുടെ നാണയത്തിൻ്റെ വില കുത്തനെ ഇടിക്കാൻ തുടങ്ങി. ഈ പരിപാടി തുടങ്ങി 3-ാം ദിവസം UK പിന്മാറി. അങ്ങനെ അപമാനിതരായി. അന്നത്തെ UK എന്ന് പറഞ്ഞാൽ 1950 പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. അമേരിക്കയ്ക്കൊപ്പമോ അമേരിക്കയേക്കാൾ മുകളിലോ നിൽക്കുന്ന ശക്തിയാണ്. സൂയസ് കനാൽ യുദ്ധത്തിൽ അമേരിക്ക പാലം വലിച്ചപ്പോൾ ആ സൂയസ് കനാലിൻ്റെ ദേശസാൽക്കരണം ഈജിപ്തിൻ്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് ഇപ്പോൾ സൂയസ് കനാൽ കൂടെ പോകണമെങ്കിൽ കപ്പമുണ്ട്. അത് അന്ന് നടപ്പിലായതാണ്. അന്ന് ആ ലോകശക്തിയായ UK തോറ്റ് പിന്മാറിയ അതേ സാഹചര്യത്തിൽ എൻ്റെ റോൾ റിവേഴ്സലാണ്. ഇത്തവണ USA പടക്കിറങ്ങുമ്പോൾ കൂടെ ഇല്ല എന്ന് UK പറയുന്നു, ഫ്രാൻസ് പറയുന്നു, ജപ്പാൻ പറയുന്നു, നേറ്റോ മിണ്ടുന്നില്ല. ഇതാണ് സാഹചര്യം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ട്രാപ്ഡ്. ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഞങ്ങൾ ഇപ്പം ഇറാനെ തകർത്തുകളെയും തീർത്തുകളെയും ഭസ്മീകരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഹോർമൂസ് സ്ട്രൈറ്റ് തുറക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് ഹോർമൂസ് സ്ട്രൈറ്റിന് പുറത്ത് ഒരു ചെക്ക് പോസ്റ്റ് വയ്ക്കാമെന്ന് പറയുന്നത്. അത് പക്ഷേ കൂടെ ഒരു രാജ്യം പോലും ഇല്ലാതെയും ചൈനയുടെ കപ്പൽ തടയാനുള്ള നട്ടെല്ല് തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പൊളിയാനാണ് സാധ്യത. വീണ്ടും അമേരിക്ക ചർച്ചാ ടേബിളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിൻ്റെ വളരെ ശക്തമായ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ചൈന സമാധാനം പാലിക്കുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ചൈന സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാറില്ല. പക്ഷേ ഒരു തക്ക ജിയോ പൊളിറ്റിക്കൽ അവസരം വന്നാൽ ചൈന പോലെ ഒരു സൂപ്പർ പവർ അടങ്ങിയിരിക്കും എന്നല്ല ഞാൻ കരുതുന്നത്. യെസ്, എന്തായാലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഈ യുദ്ധത്തിന്റെ ഗതി തീരുമാനിക്കുന്നത് ട്രംപാണ്. അപ്പോൾ ട്രംപിന്റെ നീക്കം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.